ഇന്നത്തെ ലെസൺ പ്രെപ്പോസിഷൻസ്. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമുക്ക് ഇൻ, ഓൺ, അറ്റ്, ഫോർ, ഫ്രം എന്ന് തുടങ്ങുന്ന ഈ കുഞ്ഞു വാക്കുകൾ ഒഴിവാക്കാനേ പറ്റില്ല. ഇത് കൃത്യമായി തന്നെ ഉപയോഗിച്ചില്ലെങ്കിലോ സെൻറ്റൻസസ് ആകെ തെറ്റി. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. സെൻറ്റൻസസ് തെറ്റില്ലാതെ പറയുക, എഴുതുക ഒക്കെ വേണ്ടേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന പ്രെപ്പോസിഷൻസ് ആണ്. ഇനി ഈ പ്രത്യേക കോണ്ടെക്സ്റ്റ് എന്താണ് എന്നല്ലേ പറയാം. അഡ്ജക്റ്റീവ് പ്ലസ് പ്രെപ്പോസിഷൻ. ചില അഡ്ജക്റ്റീവ്സിനോട് ചേർന്ന് വരുന്ന പ്രെപ്പോസിഷൻസ്. എന്താണ് പ്രെപ്പോസിഷൻസ്? ഒരു സെൻറ്റൻസിലെ വേർഡ്സിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന വേർഡ്സ് ആണ് പ്രെപ്പോസിഷൻസ്. ഇൻ, ഓൺ, അറ്റ്, ഫോർ, ഫ്രം, ഓഫ് ഒക്കെ പ്രെപ്പോസിഷൻസ് ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അഡ്ജക്റ്റീവ് പ്ലസ് പ്രെപ്പോസിഷൻ. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ്സ്? ഒരു നൗണിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താ നൗൺ? ഒരു പേഴ്സൺ, ഫോർ എക്സാമ്പിൾ രേണു. എ പ്ലേസ് സച്ച് ആസ് റൂം. An animal such as lion. A thing such as pencil or an idea. ഒരു ആശയം such as beauty. ഒരു അഡ്ജക്റ്റീവിനോട് സാധാരണയായി ചേർന്ന് വരുന്ന പ്രെപ്പോസിഷൻസ് പഠിച്ചാൽ പിന്നെ വളരെ ഈസിയായി പ്രെപ്പോസിഷൻസ് ഓർമ്മിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നായിട്ട് അത് പഠിക്കാം. ഇൻട്രസ്റ്റഡ് ഇൻ. ഇൻട്രസ്റ്റഡ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിനോട് ചേർന്ന് വരുന്ന ഒരു പ്രെപ്പോസിഷൻ ആണ് ഇൻ. അതുപോലെ തന്നെ ഡിസപ്പോയിൻറ്റഡ്, അതും ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിനോട് ചേർന്ന് വരുന്ന പ്രെപ്പോസിഷൻ തന്നെയാണ് ഇൻ. പേരൊന്ന് ഇൻവോൾവ്ഡ്. ഇൻവോൾവ്ഡ് ഇൻ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻ. ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിംസ്. ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിംസ് എന്നാൽ ഗെയിംസിൽ താല്പര്യം ഉള്ളത്. ഇവിടെ ഇൻട്രസ്റ്റഡ് ഇൻ കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് ഗെയിംസ്. അത് ഒരു നൗൺ ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ മെനി ഗെയിംസ്. ഒരുപാട് ഗെയിംസിൽ ഇൻട്രസ്റ്റഡ് ഉള്ളത്. അവിടെ മെനി ഗെയിംസ് അത് ഒരു നൗൺ ഫ്രേസ് ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഗെയിംസ്. പ്ലേയിങ് എന്നത് ഒരു ജെറൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് കഴിഞ്ഞാൽ, അതായത് അഡ്ജക്റ്റീവ് പ്ലസ് പ്രെപ്പോസിഷൻസ് കഴിഞ്ഞാൽ നമുക്ക് നൗൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ ജെറൻഡും ഉപയോഗിക്കാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്ന കോമ്പിനേഷൻസ്. നൗൺ എന്താണെന്ന് അറിയാം. നൗൺ ഫ്രേസ് എന്താണ്? നൗൺ ഫ്രേസ് എന്നാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലൊരു നൗൺ ഉണ്ടാവും. ആ വേർഡ്സ് എല്ലാം ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ് അവയെല്ലാം. ജെറൻഡ് എന്നാൽ വെർബൽ നൗൺ. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, ജമ്പിങ്, പ്ലേയിങ്, ഡാൻസിങ്, സിംഗിങ് ഒക്കെ ജെറൻസ് ആണ്. ഒരു വെർബിനോട് കൂടി ING ഫോം ചേർക്കുമ്പോൾ നമുക്ക് വെർബൽ നൗൺ കിട്ടും. വാക്ക് എന്നത് നടക്കുക, അത് വാക്കിംഗ് എന്നാവുമ്പോൾ നടത്തം എന്നായി. അതുപോലെ നമുക്ക് ING ഫോം ചേർത്ത് വെർബൽ നൗൺ ഉണ്ടാക്കാം. ജമ്പ് എന്നതിനോടുകൂടി ING ചേർത്ത് ജമ്പിങ്, ചാട്ടം എന്നായി. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്നത് നൗൺ. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ ലേണിംഗ് ആണ് ഉപയോഗിച്ചത്. ലേണിംഗ് എന്നത് ഒരു ജെറൻഡാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാമർ. ഗ്രാമറിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് എന്നായി. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഗ്രാമർ. അണ്ടർസ്റ്റാൻഡിങ് എന്നത് ഒരു വെർബൽ നൗൺ ആണ്. ഇനി അടുത്തത് ഡിസപ്പോയിൻറ്റഡ് ഇൻ. ഡിസപ്പോയിൻറ്റഡ് എന്നാൽ നിരാശ ഉള്ളത്. ഫീൽ സാഡ്, നിരാശനായ. ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് ഡിസപ്പോയിൻറ്റഡ് എന്ന അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസപ്പോയിൻറ്റഡ് ഇൻ ദ റിസൾട്ട്സ്. റിസൾട്ടിൽ ഡിസപ്പോയിൻറ്റഡ് ആയത്. അടുത്തത് ഇൻവോൾവ്ഡ് ഇൻ. ഇൻവോൾവ്ഡ് ഇൻ റേസിംഗ് മണി. ഇൻവോൾവ് ചെയ്യാൻ മീൻസ് ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക, എല്ലാ ശ്രദ്ധയും അതിനകത്തേക്ക് തന്നെ ആയിട്ട് ഇരിക്കുക. ഇൻവോൾവ്ഡ് ഇൻ. ഇൻവോൾവ്ഡ് ഇൻ റേസിംഗ് മണി, പൈസ സമാഹരിക്കുന്നതിൽ മുഴുകിയിരിക്കുക. ഇൻവോൾവ്ഡ് ഇൻ റേസിംഗ് മണി. അപ്പോൾ അവിടെ റേസിംഗ് എന്നത് ജെറൻഡ് ആണ്. ഇൻവോൾവ്ഡ് ഇൻ ഫണ്ട് റേസിംഗ് എന്നാണെങ്കിൽ സെയിം മീനിങ് തന്നെ ആണെങ്കിലും ഇൻവോൾവ്ഡ് ഇൻ കഴിഞ്ഞ് ഉപയോഗിച്ചത് ഫണ്ട് റേസിംഗ്, അതൊരു നൗൺ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് പരിചയപ്പെടാം. മാരീഡ് ടു, അഡിക്റ്റഡ് ടു,
റിലേറ്റഡ് ടു. ഇവിടെയൊക്കെ ടു എന്ന പ്രപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. മാരീഡ് ടു, മാരീഡ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചു. ജെയിൻ ഈസ് മാരീഡ് ടു നീതു. അഡിക്റ്റഡ് ടു, അഡിക്റ്റഡ് ആവുക എന്നാൽ കനോട്ട് മാനേജ് വിത്തൗട്ട് യൂസിങ് ഇറ്റ്. അഡിക്റ്റഡ് ആവുക എന്നാൽ അത് യൂസ് ചെയ്യാതെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ. അതാണ് അഡിക്റ്റഡ് ആവുക. അഡിക്റ്റഡ് ടു ഡ്രഗ്സ് എന്ന് പറയില്ലേ, ഹീസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. അഡിക്റ്റഡ് ടു കഴിഞ്ഞ് ഡ്രഗ്സ് ഉപയോഗിച്ചു, അത് നൗൺ ആണ്. നെക്സ്റ്റ് റിലേറ്റഡ് ടു. റിലേറ്റഡ് ടു എന്നത് റിലേറ്റഡ് അഡ്ജക്റ്റീവ് ആണ്, അതിനോട് ചേർന്ന് വരുന്നത് ടു. ഐ ആം റിലേറ്റഡ് ടു ലൈല. ഞാൻ ലൈലയോട് ബന്ധപ്പെട്ടതാണ്, എനിക്ക് റിലേഷൻ ഉണ്ട്. കണക്റ്റഡ് ടു എന്ന മീനിങ് ആണ്. ഐ ആം റിലേറ്റഡ് ടു ലൈല, ഷീ ഈസ് മൈ കസിൻ. റിലേറ്റഡ് ടു എന്നാൽ കണക്റ്റഡ് ടു, എനിക്ക് ബന്ധമുണ്ട് എന്ന്. അപ്പോൾ റിലേറ്റഡ് കഴിഞ്ഞ് ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് നോക്കാം. ഫേമസ് ഫോർ, സോറി ഫോർ, റെസ്പോൺസിബിൾ ഫോർ. റെസ്പോൺസിബിൾ ഫോർ. സീന ഈസ് റെസ്പോൺസിബിൾ ഫോർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സീന സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയുള്ളതാണ്. റെസ്പോൺസിബിൾ ഫോർ എന്ന പ്രിപ്പോസിഷനാണ് അതിനോട് ചേർന്ന് വരുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോൾ മുഴുവൻ സീനയ്ക്കാണ് എന്നർത്ഥം. സോറി ഫോർ, ഐ ആം സോറി ഫോർ ഡൂയിങ് ദിസ്. ഞാൻ അത് ചെയ്തതിൽ സോറി. സോറി കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എഫ്രൈഡ് ഓഫ്, പ്രൗഡ് ഓഫ്, കേപ്പബിൾ ഓഫ്. എഫ്രൈഡ് ഓഫ്. എഫ്രൈഡ് എന്നത് അഡ്ജക്റ്റീവാണ്. ഓഫ് എന്ന പ്രപ്പോസിഷൻ അതിനോട് ചേർന്ന് വരുന്നു. എഫ്രൈഡ് ഓഫ്. ആർ യു എഫ്രൈഡ് ഓഫ് സ്പൈഡേഴ്സ്? നിങ്ങൾക്ക് സ്പൈഡേഴ്സിനെ പേടിയാണോ? ഐ ആം എഫ്രൈഡ് ഓഫ് ഗോയിങ് ഔട്ട് എലോൺ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. നെക്സ്റ്റ് വൺ, പ്രൗഡ് ഓഫ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു. നെക്സ്റ്റ് വൺ, കേപ്പബിൾ ഓഫ്. കേപ്പബിൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി ഏബിൾ ടു ഡൂ സംതിങ്. അതിനൊരു കഴിവുണ്ടായിരിക്കുക, ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കുക. ഹീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ ജോബ്. അവന് ആ ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ്. ഇതിൽ രണ്ട് ബ്ലാങ്ക് സ്പേസും ഉണ്ടാകും. അവിടെ എന്താണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ആലോചിച്ചിട്ട് എഴുതുക. അവിടെ ഓഫ് വേണോ, ഫോർ വേണോ, ഇൻ വേണോ, ടു വേണോ എന്നാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ഷീ ഈസ് responsible dash organizing the meeting. Next one, he is disappointed dash this work. അപ്പോൾ ഈ രണ്ട് ബ്ലാങ്ക് സ്പേസിലും എന്താ വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.